അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീഫ് കൊണ്ട് അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇനി റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫ് 3 കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3/4 ഭാഗത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് ചൂടാറിയതിന് ശേഷം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബീഫെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വിനാഗിരി, പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം മസാല തയ്യാറാക്കി നമുക്ക് ഈ മുറിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഈ ബീഫ് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്ന് ഞാൻ ബീഫ് റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ബീഫ് വേവിച്ചാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കാരണം പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് വരും. ഇത് ഫ്രൈ ആവുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കൂടി ഇതിൻ്റെ മുകളിലായി വിതറി കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് എല്ലാവരുടെ വീട്ടിലും ബീഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ മഴയുണ്ടോ? ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനായി ഇതിൻ്റെ മുകളിൽ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഒഴിച്ച് ഇതിൻ്റെ മുകളിലായി ഒന്ന് വിതറി കൊടുക്കാം. ഇങ്ങനെ ഹണി ഒഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരിക. അടിപൊളിയായിട്ടുള്ള ഹണി ചില്ലി PDF ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.